ദിസ് യൂറോ ത്രിൽസ്, ദിസ് യൂറോ ബ്ലാസ്. ഏറ്റവും മികച്ച യൂറോ കപ്പുകളിൽ ഒന്നിനെ വിശേഷിപ്പിക്കാം. കാരണം റാൽഫ് റാഗ്നിക്കിന്റെ അത്ഭുതകരമായിട്ടുള്ള കുതിപ്പ് നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം ജോർജിയയും. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കരുത്തന്മാരായിട്ടുള്ള പോർച്ചുഗലിനെ ഈ യൂറോ കപ്പിലെ റാങ്കിങ്ങിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജോർജിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മലർത്തിയടിക്കുന്നു. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ കളത്തിലുണ്ടായിട്ട് പോലും സംഭവ്യമാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ അതാണ് നടന്നത്. ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും താഴെയുള്ള ജോർജിയാണ് പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം ഉറപ്പായതുകൊണ്ട് തന്നെ പോർച്ചുഗൽ ഇന്നത്തെ മത്സരത്തിന് അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് അവരുടെ വിധി എഴുതുകയും ചെയ്തിരുന്നു. പോർച്ചുഗൽ ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, പെപ്പെ തുടങ്ങിയ മഹാരഥന്മാരെ എല്ലാം പുറത്തിരുത്തി. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആദ്യ 11-ൽ ഇടം നൽകിയിരുന്നു. മത്സരം ആരംഭിച്ച് 2-ാമത്തെ മിനിറ്റിൽ തന്നെ ജോർജിയ ലീഡ് എടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകൻ കൂടിയായിട്ടുള്ള കരക്ഷലിയിലൂടെയാണ് അവർ ലീഡ് എടുക്കുന്നത്. സ്കോർ 1-0 എന്ന ലെവലിലേക്ക് എത്തുന്നു. ഈ ഗോളിന് മറുപടി നൽകാൻ ഒരു മികച്ച നീക്കം പോലും ഉണ്ടാക്കിയെടുക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ള കാര്യം. ഏതാണ്ട് അവസാനം മക്ഡൊമിനോയുടെ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ അവർ 2-0 എന്ന അവസ്ഥയിലേക്ക് ഗോൾ എത്തുന്നു. റൊണാൾഡോ 66-ാമത്തെ മിനിറ്റിൽ സബ് ഓഫ് ചെയ്യപ്പെട്ടതിന്റെ പ്രതിഷേധം ക്രിസ്ത്യാനോ റൊണാൾഡോ ഡഗ്ഔട്ടിൽ പോയി കാണിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിലൊന്നും കാര്യമില്ല. എന്തായാലും യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടർ